ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പൊറോട്ട വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടോ അത് മേടിച്ചിട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ഞാനിവിടെ 4 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ പൊറോട്ട ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓയിലും നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒനിയൻ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒനിയന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു വലിയ ഗ്രീൻ ചില്ലി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്, നല്ല ജീരകം, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൗഡറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒനിയനിലേക്ക് ചേർത്ത് കൊടുക്കുക. എഗ്ഗിന് പകരം ചിക്കൻ വേവിച്ചതോ ബീഫ് വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ എഗ്ഗ് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ എഗ്ഗൊക്കെ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്, കുത്തിപ്പൊരിയൊക്കെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൊറിയാണ്ടറിൻ്റെ ലീഫ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതില്ലെങ്കിൽ കറി ലീഫ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഞാനിതാ നമ്മുടെ പൊറോട്ട ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊറോട്ട നമ്മുടെ ഒനിയനും മുട്ടയൊക്കെ ചിക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതൊരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഈ പൊറോട്ടയുടെ മിക്സിലൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1 മിനിറ്റോ 1.5 മിനിറ്റോളം നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് വെക്കുക. ഞാൻ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിൽ. ഇപ്പം നമ്മുടെ പൊറോട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവറൊക്കെ. പൊറോട്ട നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ പൊറോട്ട ഒക്കെ ബാക്കിയാവുന്നുണ്ടെങ്കിലോ അതില്ലെങ്കിൽ ഇതുപോലെ ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.